കളിക്കുന്നതിനിടെ നിർമ്മാണത്തിലിരുന്ന വാട്ടർ ടാങ്കിൽ 15-കാരൻ വീണു. കോഴിക്കോട് കൊടിയത്തൂരിലാണ് സംഭവം. കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില ഗുരുതരമാണ്. കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞു കിടന്നതിനാൽ കാണാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, തീരെ ചെറിയ കുട്ടിയല്ല, 15 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. ഇത് എങ്ങനെ സ്ഥാപിച്ച വാട്ടർ ടാങ്ക് ആണ്? ഇപ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? അക്ഷയ, ഇന്ന് വൈകിട്ടാണ് സംഭവം. കൊടിയത്തൂരിലാണ്. അവിടെ കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് ആണ്. സ്ലാബുകളൊക്കെ പൂർണ്ണമായും സ്ലാബിട്ട് മൂടിയിട്ടില്ല. അതിൽ ഈ മഴയൊക്കെ പെയ്ത് ചെളിവെള്ളം നിറഞ്ഞ അവസ്ഥയിലുമാണ് ഉണ്ടായിരുന്നത്. ആ പ്രദേശവും ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. അങ്ങനെ അവിടെ കുട്ടികളും ഒത്ത് കളിക്കുന്നതിനിടയിലാണ് ഈ ആലുവ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സിയാൻ എന്ന 15 വയസ്സുകാരൻ അബദ്ധത്തിൽ ഈ വെള്ളത്തിലേക്ക്, വാട്ടർ ടാങ്കിലേക്ക് വീഴുന്നത്. അല്പസമയം അതിൽ മുങ്ങിക്കിടന്നു എന്നാണ് കുട്ടികളൊക്കെ പറയുന്നത്. പിന്നീട് കുട്ടികൾ തന്നെ ഇടപെട്ട് അവിടെയുള്ള ഫയർ ഉദ്യോഗസ്ഥർ വിവരം അറിയിക്കുകയായിരുന്നു. അവരെത്തി ഉടനെ തന്നെ എടുത്ത് തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കുട്ടിയുടെ ആരോഗ്യനില കുറച്ച് ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരുപക്ഷെ നോക്കിയിട്ട് ICUവിലേക്ക് ഒരുപക്ഷെ മാറ്റിയേക്കും. എടുത്തപ്പോൾ തന്നെ, ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത സമയത്ത് തന്നെ കുട്ടിക്ക് ബോധവും ഇല്ലായിരുന്നു. അബദ്ധത്തിൽ വീണതാണ് എന്നാണ് പറയുന്നത്. അവിടെ ഒരു ബുഹാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ ആലുവയിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടിയുമാണ് അബദ്ധത്തിൽ കളിക്കുന്നതിനിടയിൽ വീഴുകയായിരുന്നു. ഈ വാട്ടർ ടാങ്ക് ഇത് എവിടെ നിർമ്മിക്കുന്നതാണിത്? ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെതാണോ അതോ എവിടെ നിർമ്മിക്കുന്നതാണിത്? ഇതൊരു സ്വകാര്യ സ്ഥലമാണ്. ആ സ്വകാര്യ സ്ഥലത്ത് ബിൽഡിങ്ങിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ഒരു വാട്ടർ ടാങ്ക് ആണ്. ഇത് നിർമ്മാണത്തിലിരിക്കുന്നതാണ്. അവിടെ അതിന്റെ ജോലികളും നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വൈകിട്ട് മഴയൊക്കെ ഉള്ള സമയമാണ്. ഒരുപക്ഷെ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ആ തരത്തിൽ ഒരുപക്ഷെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത ഒരിടം കൂടിയാണിത്. അതുകൊണ്ടായിരിക്കാം കുട്ടി ഈ വാട്ടർ ടാങ്കിലേക്ക് അബദ്ധത്തിൽ വീണതെന്ന് കരുതുന്നു. എന്തായാലും കുട്ടിയുടെ ബന്ധുക്കളൊക്കെ അവിടെ നിന്ന് ഭാഗത്തോളം സ്ലാബ് ഉണ്ട്, പക്ഷേ കുറച്ച് ഭാഗത്തിൽ ആണ് കുട്ടി വീണിരിക്കുന്നത്. 15 വയസ്സുകാരനാണ് ഇങ്ങനെ വാട്ടർ ടാങ്കിനകത്ത് വീണത്. കുട്ടിയുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ്. ചിലപ്പോൾ ICUവിലേക്ക് മാറ്റിയേക്കാമെന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇംതിയാസ് പങ്കുവയ്ക്കുന്നത്.